ഗുഡ് ഈവനിങ് ഓൾ. ANS അക്കാഡമിയുടെ കൺസെപ്റ്റ് സിംപ്ലിഫൈഡ് എന്നുള്ള ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എയിംസിലെ എക്സാം ആയിട്ടുള്ള നോർസെറ്റ്, ദെൻ ESI, ദെൻ നമ്മളെ കേരള PSCയിലെ DME, DHS അങ്ങനെയുള്ള എക്സാംസിനെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് പഠിക്കുന്ന കൺസെപ്റ്റ്സ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സെഷനാണിത്. എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കാനും ആ കൺസെപ്റ്റ്സ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേന് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ്, ആ ഒരു മോട്ടീവോട് കൂടിയാണ് നമ്മൾ ഈ സെഷൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് ഇതിൽ നോക്കാൻ പോകുന്നത് അപ്ഗാർ സ്കോറിംഗ് ആണ്. അപ്ഗാർ സ്കോറിംഗ് എത്ര സിമ്പിളായിട്ട് എങ്ങനെ പറയാമെന്നുള്ളതാണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അപ്ഗാർ സ്കോറിംഗ് എന്ന് പറയുമ്പോഴത്തേന് അതൊരു ന്യൂ ബോൺ അസസ്മെൻ്റ് ആണ്. എവറി 2 minutes and 5 minutes നമ്മൾ അപ്ഗാർ സ്കോറിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സാംസിന് വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് 2 കൺസെപ്റ്റ്സ് ആണ് വേണ്ടത്. ഒന്ന്, എന്തൊക്കെയാണ് അപ്ഗാർ സ്കോറിംഗിൽ വരുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ സയൻസ്, ദെൻ സ്കോർ ഏതൊക്കെയാണ് വരുന്നത്, അവിടെ എന്തൊക്കെയാണ് നമുക്ക് അസസ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ലെവലിൽ നമ്മൾ പ്രിപ്പയർ ആയി. അപ്പോൾ അപ്ഗാർ എന്ന് പറയുമ്പോഴത്തേനും APGAR അല്ലെ അപ്ഗാർ, അതിലെ സൈൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് ഉണ്ട്. എന്ന് പറയുമ്പോഴത്തേനും അതിൽ ആദ്യത്തെ സൈൻ അപ്പിയറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് പൾസ്, ദെൻ ഗ്രിമേസ്, അത് കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി, ദെൻ റെസ്പിറേഷൻ. ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അപ്ഗാർ എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ ആ പേര് പറയുമ്പോൾ തന്നെ അതിലുള്ള സാധനങ്ങൾ അതിൽ തന്നെയുണ്ട്. അപ്പിയറൻസ്, പൾസ്, ഗ്രിമേസ്, ആക്ടിവിറ്റി ആൻഡ് റെസ്പിറേഷൻ. ഇനി സ്കോർ വരുന്നത് 0, 1, 2 അങ്ങനെയാണ് ഇതിൻ്റെ സ്കോർ വരുന്നത്. അപ്പോൾ 0 വരുമ്പോൾ എന്ത് വരണം, 1 വരുമ്പോൾ എന്ത് വരണം, 2 വരുമ്പോൾ എന്ത് വരണം, ഇത് മനസ്സിലായി കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്രേ നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ 0 സ്കോർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിയെ ന്യൂ ബോണിനെ എടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേനും കുട്ടി ബ്ലൂ അല്ലെങ്കിൽ പെയിലായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0 സ്കോർ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി 1 സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രീമിറ്റീസ് ബ്ലൂ, എക്സ്ട്രീമിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൈയും കാലും, ഓക്കെ, എക്സ്ട്രീമിറ്റീസ് ബ്ലൂവും ദെൻ പിങ്ക് ബോഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 സ്കോർ കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 സ്കോർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബോഡിയും എക്സ്ട്രീമിറ്റീസും പിങ്ക് ആയിരിക്കണം, സൈനോസ് ഒന്നും പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പിയറൻസിൽ 2 സ്കോർ കൊടുക്കാം. ഇനി അടുത്ത ഞാൻ പറഞ്ഞത് പൾസ് ആയിരുന്നു. ഇനി പൾസ് നോക്കുമ്പോൾ നമുക്ക് 0 സ്കോർ ആണെന്നുണ്ടെങ്കിൽ പൾസ് ആബ്സെൻ്റ് ആയിരിക്കും. പൾസ് ആബ്സെൻ്റ് ആണെങ്കിൽ 0 സ്കോർ. ഇനി 1 2 കിട്ടണം, 1 കിട്ടണമെന്നുണ്ടെങ്കിൽ പൾസ് >100 വേണം. ഓക്കെ, നമുക്കറിയാവുന്ന പോലെ അഡൽട്സിൽ നമുക്ക് ബ്രാഡിക്കാർഡിയ എന്ന് പറയുന്നത് <60 ആണ്. പക്ഷേ ഒരു ന്യൂ ബോണിനെ സംബന്ധിച്ച് <100 ബ്രാഡിക്കാർഡിയ ആയിട്ടാണ് കൂട്ടുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 0 സ്കോർ ആണെന്നുണ്ടെങ്കിൽ പൾസ് 0യും പൾസ് ആബ്സെൻറ്റും, ദെൻ 1 സ്കോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പൾസ് <100 ആണ് വരുന്നത്. ഇനി >100 ആണെങ്കിൽ നമുക്ക് പൾസ് 2 കൊടുക്കാം. അടുത്തത് ഗ്രിമേസ്. ഗ്രിമേസിൽ വരുമ്പോഴത്തേനും നമുക്ക് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോഴത്തേനും ഒരു റെസ്പോൺസ് ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രിമേസിൽ 0 സ്കോർ കൊടുക്കാം. ഇനി ഒരു സക്ഷനിലോ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് സ്റ്റിമുലേഷനിലോ നമുക്ക് റെസ്പോൺസ് കിട്ടുകയാണ്, അല്ലെ, ഗ്രിമേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 സ്കോർ കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ തന്നെ കുട്ടി നല്ല രീതിയിൽ ക്രൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ കുട്ടി കരയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്കോർ കൊടുക്കാം. ഓക്കെ, എപ്പോഴും നമുക്ക് ന്യൂ ബോൺ എന്ന് പറയുമ്പോഴത്തേനും ഒരു നഴ്സിംഗ് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ പോലും അറിയായിരിക്കും കുട്ടി കരഞ്ഞോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്, അല്ലേ. അപ്പോൾ ആ കരയുമ്പോഴാണ് ആ കുട്ടിയുടെ റെസ്പിറേഷനും കാര്യങ്ങളും നടക്കുന്നതും കാര്യങ്ങൾ പിന്നെ സ്മൂത്തായിട്ട് പോകുന്നതും, അല്ലേ. ഒരു ലേബർ റൂമിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് കുട്ടി കരയാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ നോക്കിയിരിക്കുന്നത്, അല്ലെ, കുട്ടി ചിരിക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഗ്രിമേസ്. അപ്പിയറൻസ് പറഞ്ഞു, പൾസ് പറഞ്ഞു, ഗ്രിമേസ് പറഞ്ഞു. 4ാമത്തെ കമ്പോണൻറ്റ് ആക്ടിവിറ്റിയാണ്. കുട്ടിക്ക് നോക്കുമ്പോൾ ആക്ടിവിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 0 സ്കോറേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി 1 സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഫ്ലെക്ഷനോ അല്ലെങ്കിൽ ഫ്ലെക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ ഒരു ഫ്ലെക്ഷൻ, ഒരു ആംസിലോ ലെഗ്സിലോ. ഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇങ്ങനെ മടക്കുന്ന ഫ്ലെക്ഷനും ഇങ്ങോട്ട് നോക്കുന്ന എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഒരു ഫ്ലെക്ഷൻ ആംസിലോ കുട്ടിയുടെ കയ്യിലോ കാലിലോ ഒരു ഫ്ലെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ 1 സ്കോർ ആയിട്ട് കൂട്ടാം. ഇനി 2 സ്കോർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ഫ്ലെക്ഷൻ തന്നെ വേണ്ടി വരും. അതും നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് നമുക്ക് കിട്ടണം. ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ റെസിസ്റ്റൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 സ്കോർ കൊടുക്കും. ലാസ്റ്റ് പാരാമീറ്റർ അല്ലെ, ലാസ്റ്റ് സൈൻ എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ ആണ്. ഓക്കെ, റെസ്പിറേഷൻ നമ്മൾ നേരത്തെ പൾസ് പറഞ്ഞ പോലെ റെസ്പിറേഷൻ ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 ആണ്. ഇനി 1 കിട്ടണമെന്നുണ്ടെങ്കിൽ വീക്ക് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള റെസ്പിറേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ലോ റെസ്പിറേഷൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 1 സ്കോർ കൊടുക്കാം. ഇനി 2 കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ക്രൈയിങ് ഉണ്ടെങ്കിൽ, ഓക്കെ, സ്ട്രോങ് ക്രൈയിങ്
നത്തിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അപ്ഗാർ സ്കോർ കൊടുക്കുന്നത്. പേര് പറയുമ്പോൾ തന്നെ അതിലുണ്ട് അപ്പിയറൻസ്, പൾസ്, ഗ്രിമേസ്, ആക്ടിവിറ്റി ആൻഡ് റെസ്പിറേഷൻ. ഇങ്ങനെയുള്ള 5 പാരാമീറ്ററാണ് നോക്കുന്നത്. ഈ 5 പാരാമീറ്ററിലുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക. 2 മിനിറ്റ്സിലും 5 മിനിറ്റ്സിലുമാണ് നമ്മൾ അപ്ഗാർ സ്കോർ നോക്കുന്നത്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.